Students, we are going to discuss about the cell cycle regulation. The cell cycle regulation includes checkpoints and significance, and another topic that is cell cycle regulation through cycling dependent kinases, etc. In this class, we will discuss the cell cycle regulation through checkpoints. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെൽ സൈക്കിളിൻ്റെ റെഗുലേഷനാണ്. അപ്പോൾ നമ്മൾ സെൽ സൈക്കിൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ സെൽ സൈക്കിൾ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സെൽ സൈക്കിൾ രണ്ട് മെത്തേഡ്സ് വഴിയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്. ഒന്ന് ചെക്ക് പോയിൻറ്റ്സ് വെച്ചിട്ട്, രണ്ടാമത്തത് സൈക്ലിൻ ഡിപ്പെൻഡൻറ്റ് കൈനേസ് പോലത്തെ എൻസൈംസ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെക്ക് പോയിൻറ്റ്സ് വെച്ചിട്ട് എങ്ങനെ നമ്മൾ സെൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. So what are checkpoints? These are the cell cycle control mechanism in eukaryotic cells. They verify whether the process at each phase of cell cycle have been accurately completed before progression into the next phase. So cell cycle checkpoints are the cell cycle control mechanism in eukaryotes. And what is the purpose of these cell cycle checkpoints? The cell cycle checkpoints check whether the events in each phase is completed before going into the next phase. Cell cycle checkpoints is the cell cycle control mechanism in eukaryotic cells, and it ensures that, or it checks that, whether all the events in each phase is completed before going to the next phase. So there are three main checkpoints that control cell cycle in eukaryotic cells. They are G1 checkpoint or at the G1S transition, and G2 checkpoint at G2M transition, and spindle checkpoint or metaphase to anaphase transition checkpoint. So the three checkpoints are there in eukaryotic cells. They are G1 checkpoint, G2 checkpoint, metaphase to anaphase transition checkpoint or spindle checkpoint. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ് എന്താണ് സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ്, അല്ലെങ്കിൽ എന്താണ് ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? ചെക്ക് പോയിൻറ്റ്സ് ആർ ദി സെൽ സൈക്കിൾ കൺട്രോൾ മെക്കാനിസം ഇൻ യൂകാരിയോട്ടിക് സെൽസ്. അപ്പോൾ സെൽ സൈക്കിളിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്, അല്ലെങ്കിൽ സെൽ സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒരു സംസ്ഥാനത്തു നിന്ന് വേറെ സംസ്ഥാനത്തേക്ക് കടക്കുമ്പോൾ എന്തുണ്ട്, ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ ചെക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളെ അടുത്ത സംസ്ഥാനത്തിലേക്ക് വിടും. ഇപ്പോൾ നിങ്ങൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ വാളയാർ ചെക്ക് പോസ്റ്റിൽ നിങ്ങൾ നല്ലോണം ചെക്ക് ചെയ്തതിന് ശേഷമാണ് അവർ നിങ്ങളെ തമിഴ്നാട്ടിലേക്ക് കടത്തും. അപ്പോൾ അതേപോലെ തന്നെയാണ് സെല്ലിലുള്ള ചെക്ക് പോയിൻറ്റ്സ്. അതായത് ഒരു ഫേസിൽ വേണ്ട എല്ലാ ഇവൻറ്റ്സും നടന്നു കഴിഞ്ഞാൽ, അതൊരു സെല്ലിന് ഒരു ഫേസിലെത്തിയാൽ ആ ഫേസിൽ നടക്കേണ്ട എല്ലാ ഇവൻറ്റ്സും നടന്നോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ അടുത്ത ഫേസിലേക്ക് സെല്ല് കടക്കുകയുള്ളൂ. അപ്പോൾ ഇത് ചെക്ക് ചെയ്യുന്നതാണ് ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫേസിൽ, അതായത് ഇപ്പോൾ G1 ഫേസിലാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ G1 ഫേസിൽ എല്ലാ ഇവൻറ്റ്സും നടന്നു കഴിഞ്ഞാൽ മാത്രം, അതായത് G1 ഫേസിൽ എന്തെല്ലാം നടക്കുക, സെല്ല് ഗ്രോത്ത് നടക്കും, സെല്ല് ഡിവിഷന് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇതൊക്കെ നടന്നാൽ മാത്രമേ അതിന് G2 അല്ല S ഫേസിലേക്ക് കടക്കൂ. ഇപ്പോൾ G1 ഫേസിലുള്ള എല്ലാ ഇവൻറ്റ്സും നടന്നു കഴിഞ്ഞാൽ മാത്രമേ അതിനെ S ഫേസിലേക്ക് കടത്തൂ. അപ്പോൾ G1 ഫേസിൽ നിന്ന് S ഫേസിലേക്ക് കടക്കുമ്പോഴുള്ള ചെക്ക് പോയിൻ്റാണ് G1 ചെക്ക് പോയിൻ്റ്. അപ്പോൾ ഈ G1 ചെക്ക് പോയിൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ചെക്ക് ചെയ്യും. അതായത് സെല്ല് G1 ഫേസിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ ഗ്രോത്തും ഒക്കെ നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. എന്നാൽ മാത്രമേ അതിനെ S ഫേസിലേക്ക് കടത്തി വിടും. അപ്പോൾ അതാണ് ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫേസിൽ, അല്ലെങ്കിൽ ഒരു സെൽ സൈക്കിളിൻ്റെ ഒരു ഫേസിൽ നടക്കേണ്ട എല്ലാ ഇവൻറ്റ്സും നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത ഫേസിലേക്ക് ആ സെല്ലിനെ വിടുകയുള്ളൂ. അപ്പോൾ അത് വിടുന്നത് ചെക്ക് പോയിൻറ്റ്സ് വെച്ചിട്ടാണ്. അപ്പോൾ 3 ചെക്ക് പോയിൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാണ് G1 ചെക്ക് പോയിൻറ്റ്, രണ്ടാമത്തെ G2 ചെക്ക് പോയിൻറ്റ്, മൂന്നാമത്തത് സ്പിൻഡിൽ ചെക്ക് പോയിൻറ്റ് അല്ലെങ്കിൽ മെറ്റാഫേസ് ടു അനാഫേസ് ട്രാൻസിഷൻ ചെക്ക് പോയിൻറ്റ്. അപ്പോൾ ചെക്ക് പോയിൻറ്റ്സിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഫേസ്, അതായത് സെൽ സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, G1S, G2M. അപ്പോൾ ഈ ഓരോ ഫേസിലും
നടക്കേണ്ട കാര്യങ്ങൾ നടന്നിട്ടാണോ സെല്ല് അടുത്ത ഫേസിലേക്ക് പോകുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെക്ക് പോസ്റ്റ് പോലത്തെ സംഭവങ്ങളാണ് ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം 3 ചെക്ക് പോയിൻറ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. G1 ചെക്ക് പോയിൻറ്റ്, G2 ചെക്ക് പോയിൻറ്റ്, പിന്നെ മെറ്റാഫേസ് ചെക്ക് പോയിൻറ്റ് അല്ലെങ്കിൽ മെറ്റാഫേസ് ടു അനാഫേസ് ട്രാൻസിഷൻ ചെക്ക് പോയിൻറ്റ് എന്നൊക്കെ പറയും. അപ്പം G1 ചെക്ക് പോയിൻറ്റിൽ മെയിൻലി G1 ചെക്ക് പോയിൻറ്റ് വരുന്നത് G1 നിന്ന് എസ്സിലേക്ക് പോകുമ്പോഴാണ് G1 ചെക്ക് പോയിൻറ്റ് വരുന്നത്. അപ്പം ഒരു സെല്ല് G1 ഫേസിൽ നിന്ന് എസ് ഫേസിലേക്ക് പോകുമ്പോഴുള്ള ചെക്ക് പോയിൻ്റാണ് G1 ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ G1 ചെക്ക് പോയിൻറ്റിൽ ചെക്ക് ചെയ്യുന്നത് ന്യൂട്രിയൻസ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതായത് പ്രോപ്പറായിട്ട് ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടോ, പ്രോപ്പറായിട്ട് ഗ്രോത്ത് നടക്കുന്നുണ്ടോ, പിന്നെ DNA ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ് G1 ചെക്ക് പോയിൻറ്റ്. ഇപ്പോൾ G1 ചെക്ക് പോയിൻറ്റിൽ എന്തെങ്കിലും തകരാറുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനെ G0 അല്ലെങ്കിൽ റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് കൊടുക്കും. പിന്നെ ഉള്ളതാണ് G2 ചെക്ക് പോയിൻറ്റ്. അതായത് G2 നിന്ന് എമ്മിലേക്ക് കടക്കുമ്പോഴുള്ള ചെക്ക് പോയിൻ്റാണ് G2 ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ചെക്ക് ചെയ്യുക സെല്ലിൻ്റെ സൈസും DNA റെപ്ലിക്കേഷനും ഒക്കെയാണ്. ഇപ്പോൾ സെല്ല് നല്ലോണം ഡിവിഷന് വേണ്ടിയിട്ട് നല്ലോണം വളർന്നിട്ടുണ്ടോ, അതായത് ഡിവിഷന് വേണ്ടിയിട്ട് സെല്ല് നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ സെല്ല് നല്ലോണം DNA ഒക്കെ റെപ്ലിക്കേറ്റ് ചെയ്ത് മൈറ്റോസിന് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് G2 ചെക്ക് പോയിൻറ്റ്. നെക്സ്റ്റ് ആണ് മെറ്റാഫേസ് ടു അനാഫേസ് ട്രാൻസിഷൻ ചെക്ക് പോയിൻറ്റ്. അപ്പോൾ ഇവിടെയാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിരിക്കുമോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 3 ചെക്ക് പോയിൻറ്റ്സ് ആണുള്ളത്. ഒന്ന് G1 ചെക്ക് പോയിൻറ്റ്, G2 ചെക്ക് പോയിൻറ്റ്, പിന്നെ മെറ്റാഫേസ് ചെക്ക് പോയിൻറ്റ് അല്ലെങ്കിൽ മെറ്റാഫേസ് ടു അനാഫേസ് ട്രാൻസിഷൻ ചെക്ക് പോയിൻറ്റ് അല്ലെങ്കിൽ സ്പിൻഡിൽ ചെക്ക് പോയിൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ G1 ചെക്ക് പോയിൻറ്റിൽ ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടോ, ഗ്രോത്ത് ഫാക്ടേഴ്സ് ശരിക്കും കിട്ടുന്നുണ്ടോ, സെല്ലിന് DNA ഡാമേജ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ G0 ഫേസിലേക്ക് ആയിരിക്കും കടത്താം. G0 ഫേസ് എന്താണെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ G2ൻ്റെ എമ്മിൻ്റെ ഇടയിലുള്ള ചെക്ക് പോയിൻ്റാണ് G2M ചെക്ക് പോയിൻ്റ് അല്ലെങ്കിൽ G2 ചെക്ക് പോയിൻ്റ് എന്ന് പറയും. ഇവിടെ ഡിവിഷന് വേണ്ടിയിട്ടുള്ള സൈസ് സെല്ല് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. പിന്നെ മെറ്റാഫേസ് ടു അനാഫേസ് ട്രാൻസിഷൻ ചെക്ക് പോയിൻറ്റിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. So first check point is G1 check point അല്ലെങ്കിൽ G1 restriction point. At G1 check point, a cell checks whether internal and external conditions are right for division. Here are some factors a cell might assess. First is the size. Is the cell large enough to divide? Nutrients. Does the cell have enough energy reserves or available nutrients to divide? Next is molecular signals. Is the cell receiving positive cues from neighbors, and DNA integrity? Is any of the DNA damaged? So in the G1 checkpoint, the cell checks whether the cell is having good conditions for division, that is the cell whether the internal and external conditions of the cell are right for division. And here are some of the factors that cell checks. First is the size. In the size, the cell checks if the cell has attained the size for division. Next is the nutrients. Does the cell have enough energy or available nutrients to divide? Next is the molecular signal. If the cell receiving positive signals from neighbors, and DNA integrity, is there any DNA damage? If a cell doesn't get go ahead cues it needs a G1 checkpoint, it may leave the cell cycle to enter a resting state called G0 phase. Some cells stay permanently in G0 while others resume dividing if conditions improve. So if any mistakes occur or if any DNA damage or if any inception growth is observed, the cell will enter into the G0 phase or the resting phase, and some cells stay permanently in G0 phase while others will resume to divide when the conditions are favorable. അപ്പോൾ ആദ്യത്തെ ചെക്ക് പോയിൻ്റാണ് G1 ചെക്ക് പോയിൻ്റ്. അപ്പോൾ G1 ചെക്ക് പോയിൻറ്റിൽ എന്താണ് സെല്ല് നോക്കുന്നത്, അതായത് സെല്ലിൻ്റെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഡിവിഷന് വേണ്ടിയിട്ട് ഫേവറബിൾ ആവണമെന്ന് നോക്കും. അപ്പോൾ സെല്ല് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ കണ്ടീഷൻസ് സെല്ലിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് G1 ചെക്ക് പോയിൻറ്റ്. അപ്പോൾ G1 ചെക്ക് പോയിൻറ്റിൽ ചില കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഫസ്റ്റാണ് സൈസ്, അതായത് ഡിവൈഡ് ചെയ്യാനുള്ള സൈസിൽ സെല്ല് എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വളർന്നിട്ടുണ്ടോ എന്ന് നോക്കും.
പിന്നെ ന്യൂട്രിയൻസ്, അതായത് ന്യൂട്രിയൻസ് ഒക്കെ ശരിക്കും സെല്ലിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ മോളിക്കുലാർ സിഗ്നൽസ്, അതായത് ഡിവിഷന് വേണ്ടിയിട്ട് സിഗ്നൽസ് വേണം. അപ്പോൾ ഈ സിഗ്നൽസ് പോസിറ്റീവ് സിഗ്നൽസ് അല്ലെങ്കിൽ ഡിവിഷന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് സിഗ്നൽസ് സെല്ലിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. പിന്നെ DNA ഇൻറ്റഗ്രിറ്റി, അതായത് DNA ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ സെല്ല് G1 നിന്ന് G0 ഫേസിലേക്കായിരിക്കും പോകുക. അപ്പോൾ G0 ഫേസ് എന്ന് പറയുന്നത് റെസ്റ്റിംഗ് ഫേസ് ആണ്. അപ്പോൾ അവിടെ ഡിവിഷൻ ഒന്നും നടക്കില്ല. അപ്പോൾ ചില സെല്ലുകൾ പെർമനൻ്റ് ആയിട്ട് G0 ഫേസിൽ സ്റ്റേ ചെയ്യും. പക്ഷെ ചില സെൽസ് എന്താണ് G0 നിന്ന് പിന്നെയും ഡിവിഷൻ റിസ്യൂം ചെയ്യും. അതായത് കണ്ടീഷൻസ് ഫേവറബിൾ ആയാൽ ചില സെൽസ് G0 നിന്ന് പിന്നെയും divide it. So in G1 checkpoint we check whether the conditions are favorable for the division, like size, if cell has attained enough size for division. Next is nutrients, if the cell is getting enough nutrients for growth. Next we will check the molecular signals, if the cell is getting positive signals for division. Next is the DNA integrity, we check if there is any cell damage or DNA damage, and if the cell finds any DNA damage or anything wrong, it will enter into G0 phase or resting phase, and it will stay there till the conditions improve. Next is the G2 checkpoint. To make sure that cell division goes smoothly, the cell has an additional checkpoint before M phase called a G2 checkpoint. So it will check the DNA integrity, is there any DNA damage, and DNA replication, was the DNA completely copied during S phase. If errors or damage are detected, the cell will pause at G2 checkpoint to allow for repairs. If checkpoint mechanism detect problems with the DNA, the cell cycle is halted and the cell attempts to either complete DNA replication or repair the damaged DNA. If the damage is irreparable, the cell may undergo apoptosis or programmed cell death. The self-destruction mechanism ensures that damaged DNA is not passed on to daughter cells and is important in preventing cancer. So the next checkpoint is the G2 checkpoint. In the G2 checkpoint occurs before the cell enters into the M phase or the mitosis phase, and it ensures that the cell division goes smoothly. And in G2 checkpoint, the following factors are checked. First one, if there is any DNA damage. Second one, if the cell has doubled its DNA or replicated its DNA during the S phase required for the division. And if there is any error or DNA damage, the cell will the cell cycle will stop at the G2 phase, and the cell will undergo DNA repair, or it will if there is no enough amount of DNA, it will start replicating its DNA. If the damage is irreparable, the cell will undergo apoptosis or programmed cell death, and this is a self-destruction mechanism to prevent the formation of cancer cells. So during G2 checkpoint, the cell will check where the cell division will go smoothly. The G2 checkpoints occurs between G2 phase and M phase, and it occurs before the cell enters into the M phase. And what are the factors that are checked during G2 phase? During G2 phase, the cell will check for any DNA damage. The second thing the cell check is the if the cell has divided its DNA in proper amount during S phase. So if there is any DNA damage, the cell will stop at G2 phase, and it will start repairing this DNA damage. And if the proper amount of DNA is not replicated during S phase, it will start the DNA replication. If there occurs some irreparable DNA damage, the cell will enter into apoptosis or programmed cell death, in which the cell will destroy itself or kill itself to prevent the formation of cancer cells. അപ്പോൾ രണ്ടാമത്തെ ചെക്ക് പോയിൻ്റ് ആണ് G2 ചെക്ക് പോയിൻ്റ്. അപ്പോൾ സെൽ ഡിവിഷൻ സ്മൂത്ത്ലി ഒക്കർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്
G2 ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ G2 ചെക്ക് പോയിന്റിൽ സെല്ല് ചെക്ക് ചെയ്യുന്നത് എന്തൊക്കെയാണ്? DNA ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. രണ്ടാമത്തത് സെല്ല് ഡിവിഷന് വേണ്ടിയിട്ട് എസ് ഫേസിൽ ഇനഫ് DNA സിന്തസിസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ എസ് ഫേസിലാണ് DNA സിന്തസിസ് നടക്കുന്നത്. അപ്പോൾ ഇനഫ് DNA എസ് ഫേസിൽ സിന്തസിസ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ DNA ഡാമേജ് ഉണ്ടെങ്കിൽ സെല്ല് എന്ത് ചെയ്യും? സെൽ സൈക്കിൾ G2 ഫേസിൽ നിർത്തും. എന്നിട്ട് അത് DNA റിപ്പയറിന് പോകും. പിന്നെ DNA റിപ്പയർ നടന്നിട്ടും, അതായത് റിപ്പയർ ചെയ്യാൻ പറ്റാത്ത DNA ഡാമേജ് ആണെങ്കിൽ സെല്ല് അപ്പോപ്ടോസിസിലേക്ക് കടക്കും. അതായത് സെല്ല് സ്വയം സൂയിസൈഡ് ചെയ്യുന്ന മെക്കാനിസമാണ് അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത്. ഇത് ക്യാൻസർ സെൽസിൻ്റെ ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യും. ലാസ്റ്റ് ചെക്ക് പോയിന്റ് is metaphase checkpoint. This occurs at metaphase. The anaphase promoting complex or APC regulates this checkpoint, and it is also called the spindle checkpoint. These check whether all chromosomes are properly attached to the spindle or not, and if there are any mistakes, it will delay the cell entering into anaphase from metaphase. So the last checkpoint is metaphase checkpoint or spindle checkpoint or metaphase to anaphase transition checkpoint. It occurs at metaphase, and the main role in the metaphase checkpoint is played by anaphase promoting complex or APC, and it will check if the chromosomes are properly attached to the spindle fibers, and if anything wrong is detected, the cell is prevented from entering into anaphase from metaphase. So the metaphase checkpoint occurs at the metaphase of M phase, and the main role is played by the APC or the anaphase promoting complex, which will check if the spindle fibers are properly attached to the chromosomes, and if any error occurs, it will prevent the cell from entering from metaphase to anaphase. ലാസ്റ്റ് ചെക്ക് പോയിൻ്റ് ആണ് മെറ്റാഫേസ് ചെക്ക് പോയിൻ്റ്, അല്ലെങ്കിൽ മെറ്റാഫേസ് ടു അനാഫേസ് ട്രാൻസിഷൻ ചെക്ക് പോയിൻ്റ്, അല്ലെങ്കിൽ സ്പിൻഡിൽ ചെക്ക് പോയിൻ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഒക്കർ ചെയ്യുന്നത് മെറ്റാഫേസിലാണ്. മെറ്റാഫേസിലാണ് ഈ മെറ്റാഫേസ് ചെക്ക് പോയിൻ്റ് ഉണ്ടാകുക. അതായത് മെറ്റാഫേസിൽ നിന്ന് അനാഫേസിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ഉള്ള ചെക്ക് പോയിൻ്റാണ് മെറ്റാഫേസ് ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ റോൾ പ്ലേ ചെയ്യുന്നത് അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞ കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ അനാഫേസ് പ്രൊമോട്ടിംഗ് കോംപ്ലക്സ് എന്താ ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ക്രോമസോംസിനോട് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ക്രോമസോംസിനോട് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്താലാണ് ക്രോമസോംസ് സെഗ്രിഗേറ്റ് ചെയ്യും സെൽ ഡിവിഷനൊക്കെ അനാഫേസിൻ്റെ സമയത്ത് ക്രോമാറ്റിഡ്സ് സെഗ്രിഗേറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പോളിലേക്ക് മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ക്രോമസോംസിൻ്റെ കൂടെ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും തകരാറുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ സെൽ എന്ത് ചെയ്യും? മെറ്റാഫേസിൽ വെച്ചിട്ട് ഡിവിഷൻ നിർത്തും ആണ് ചെയ്യുക. അപ്പം 3 ചെക്ക് പോയിൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. ഒന്ന് G1 ചെക്ക് പോയിൻറ്റ്, G2 ഫേസ് ചെക്ക് പോയിൻറ്റ്, പിന്നെ M ചെക്ക് പോയിൻറ്റ്, അല്ലെങ്കിൽ മെറ്റാഫേസ് ടു അനാഫേസ് ട്രാൻസിഷൻ ചെക്ക് പോയിൻറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക, ശ്രദ്ധിക്കുക.